കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. വടകര കടമേരി ബ്രഹ്മശ്രീ ചെറുവറ്റ ശ്രീരാജ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വേദത്തിൽ പറയുന്ന ആശയങ്ങളെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ, അത്രേ അർത്ഥമുള്ളൂ. വേദത്തെ സന്ദർഭവശാൽ വേദത്തിൽ പലതും പറയും, അതിൻ്റെ ആ സന്ദർഭം വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഇന്നത് പരമപ്രമാണമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ കലികാലത്ത് സുലഭമാണ്. അതുകൊണ്ട് ഈ മന്ദന്മാരാണ് അധികം. നല്ല മന്ദന്മാർ എന്നാണ് പറഞ്ഞത്. സുമന്ദമതയ, നല്ല മന്ദന്മാരാണ്. മന്ദഭാഗ്യ, ഭാഗ്യം കുറവാണ്. കൃതയുഗത്തെ അപേക്ഷിച്ച്, ത്രേതായുഗത്തെ അപേക്ഷിച്ച്, ദ്വാപരയുഗത്തെ അപേക്ഷിച്ച് ഭാഗ്യം കുറവാണ് കലികാലത്തെ ആളുകൾക്ക്. ഈ കലികാലത്ത് ജീവിക്കുന്നവർക്ക് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശ അതസാധോത്രയസാരം സമുദ്ധൃത്യമനീഷയാ. ഒരുപാട് കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് കലികാലത്ത് ജീവിക്കുന്നവർക്ക്. കേൾക്കാനാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കേൾക്കാണ്ട്? എത്രയാ ശാസ്ത്രങ്ങൾ, എത്രയാ സിദ്ധാന്തങ്ങൾ. ഒരു മനുഷ്യായുസ് കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അല്ലയോ സജ്ജന അഗ്രഗണ്യായിരിക്കുന്ന അങ്ങ് സ്വമനീഷയാ സമുദ്ധൃത്യ, അങ്ങ് മഹാബുദ്ധിമാനാണ്. ബുദ്ധിമാനായ അങ്ങ് ശാസ്ത്രങ്ങളെ മുഴുവൻ ഒന്ന് കഥയൂന്നാണ്. കോട്ടയം മൂത്തേടം ശങ്കരൻ നമ്പൂതിരി, കണ്ണൂർ ചിറപ്രം രമേശൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. സപ്താഹയജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ ബുധനാഴ്ച സൂത ശൗനഹ സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, വരാഹാവതാരം, ശൂകാഗമനം, വിദൂര മൈത്രേയ സംവാദം എന്നീ ഭാഗങ്ങളാണ് യജ്ഞത്തിൽ ഉൾപ്പെടുത്തിയത്. ജനുവരി 28-ന് സപ്താഹത്തിന് സമാപനമാവും. സമാപന ദിവസമായ ചൊവ്വാഴ്ച അണലക്കാട് ഇല്ലം ശ്രീ ഗോവിന്ദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഐശ്വര്യലക്ഷ്മി പൂജയുണ്ടായിരിക്കും. UTV ന്യൂസ്, പാലക്കാട്.